السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الله يبسط الرزق لمن يشاء ويقدر وفرحوا بالحياة الدنيا وما الحياة الدنيا في الآخرة إلا متاع. ഏറെ സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഒരു പരിശുദ്ധ റമളാനിന് സാക്ഷിയാകാനും ആ റമളാനിലെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറൊക്കെ പ്രതീക്ഷിക്കുന്ന അവസാനത്തെ പത്തുകളിൽ നമ്മൾക്ക് സാക്ഷിയാകാനും കഴിഞ്ഞു എന്നതൊരു വലിയ സൗഭാഗ്യമാണ്. അൽഹംദുലില്ലാ എന്ന് നമ്മൾ അള്ളാഹുവിനെ ഏറ്റവും നന്നായി സ്തുതിക്കേണ്ട സന്ദർഭമാണ്. ശഅബാൻ മാസത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഅബാനിൽ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുമെന്ന്. രണ്ട് വിഭാഗം ആളുകളുടെ അമലുകൾ മാത്രം ഉയർത്തപ്പെടാതെ പോകും. ആരൊക്കെയാണ് രണ്ട് വിഭാഗങ്ങൾ? എന്താണ് അതിൻ്റെ രണ്ട് കാരണങ്ങൾ? ഒന്ന്, ശിർക്ക് ബില്ല എന്നാണ് ഓർമ്മിപ്പിച്ചത്. ശിർക്ക് ചെയ്യുന്നവരുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാതെ പോകും. രണ്ടാമത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചത് മനസ്സുകളിൽ വ്യക്തിപരമായി അകലം പാലിക്കുന്ന മനുഷ്യരാണ് എന്നാണ്. മനസ്സിൽ അകൽച്ചയുണ്ടാവുക, വെറുപ്പുകൾ സൂക്ഷിക്കുക, പിണക്കങ്ങൾ ഉണ്ടാവുക, ബന്ധങ്ങളെ വിച്ഛേദിച്ച് പോകുക, ഇത്തരത്തിൽ മനുഷ്യരുമായുള്ള ബന്ധങ്ങളിൽ അകൽച്ച കാണിക്കുന്ന മനുഷ്യരുടെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാതെ പോകുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതൊരു വലിയ ഗൗരവമുള്ള വിഷയമാണ്. റമളാനിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ നോമ്പെടുക്കുന്നത്. രാവിലെ നേരത്തെ എണീക്കുന്നു, അള്ളാഹുവിൽ നിയ്യത്താക്കി അത്താഴം കഴിക്കുന്നു. പിന്നീട് നോമ്പ് തുറക്കുന്നത് വരെ നമ്മൾ വിശപ്പും ദാഹവും താല്പര്യങ്ങളും ഒക്കെ മാറ്റിവെക്കുകയാണ്. ഈ ചൂടുകാലത്തും നന്നായി വേർത്തും വിഷമിച്ചും നമ്മൾ നോമ്പെടുക്കുകയാണ്. ജമാഅത്തുകളിൽ വളരെ ശ്രദ്ധയോടുകൂടി വരാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. അങ്ങനെയൊക്കെ എടുത്ത നോമ്പ് അള്ളാഹ്ക്ക് വേണ്ട എന്ന് പറയുന്ന സന്ദർഭങ്ങളാണ് ഈ സൂചിപ്പിച്ചത്. നിങ്ങൾ ബന്ധങ്ങൾ തകർത്ത് ജീവിക്കുന്നവരാണോ? നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ പരസ്പരം തെറ്റി നിൽക്കുകയാണോ? നിങ്ങളുടെ നോമ്പ് അള്ളാഹുവിന് വേണ്ട എന്നാണ്. നോമ്പ് മാത്രമാണോ? നമ്മൾ എത്രയാണ് ദിക്റുകൾ ചെയ്യുന്നത്, സ്വലാത്ത് ചൊല്ലുന്നത്, ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നത്, സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നത്, സക്കാത്തും ഫർളും അതുപോലെ തന്നെ നമ്മുടെ സദഖകളും ഒക്കെ നിർവഹിക്കുന്നത്? ഇതൊക്കെ നിർവഹിക്കുന്നത് എന്തിനാണ്? ഈ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ്. പക്ഷേ കുടുംബജീവിതത്തിൽ തമ്മിൽ തെറ്റി നിൽക്കുന്നവർക്കിടയിൽ
അത് ഉയർത്തപ്പെടാതെ പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നമ്മിലേക്ക് തന്നെ അതിൻ്റെ ഗൗരവത്തെ ആലോചിക്കുകയും നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ ശരിപ്പെടുത്തി മുന്നോട്ട് പോവുകയും ചെയ്യേണ്ട സന്ദർഭത്തിലാണ് നമ്മൾ ഉള്ളത്. പരിശുദ്ധ റമളാൻ എന്ന നിലയ്ക്ക് ഇതൊരു അനുഗ്രഹത്തിന്റെ മാസാണ്. എല്ലാവരുടെയും മനസ്സൊക്കെ ഒന്ന് കരുണയാകുന്ന മാസാണ്. ഒന്നുമില്ലെങ്കിലും മനസ്സാർദ്രമാകുന്ന അലിവ് പെയ്യുന്ന ഒരു മാസാണ്. ആ നിലയ്ക്ക് നമുക്ക് കുടുംബങ്ങളെ കൂടുതൽ ഇമ്പത്തോടെ ഇണക്കിച്ചേർത്ത് സ്നേഹത്തിൽ അധിഷ്ഠിതമായി കാരുണ്യത്തിന്റെ കുളിരനുഭവിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. സ്വർഗമാണല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സ്വർഗം കിട്ടുക എന്നുള്ളതാണ് ഈ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെടാൻ പാടില്ല. ചെറിയ ചെറിയ നമ്മുടെ വാശിക്ക് മുമ്പിൽ, ചെറിയ ചെറിയ നമ്മുടെ അശ്രദ്ധകൾക്ക് മുമ്പിൽ, ചെറിയ ചെറിയ നമ്മുടെ പിണക്കങ്ങൾക്ക് മുമ്പിൽ നമുക്ക് സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല. സ്വർഗത്തെക്കുറിച്ച് ഒരു ആപ്തവാക്യത്തിൽ കാണാൽ ജന്നത്തു മുസ്താഖത്തുല്ലി അർബഈൻ, 4 വിഭാഗം ജനങ്ങളെ സ്വർഗം കാത്തിരിക്കുന്നുണ്ട് എന്നാണ്. ഈ റമളാനിൽ നമ്മൾ ഈ വിഷയത്തിൽ 4 വിഷയങ്ങളും നമ്മളുമായി ബന്ധപ്പെടുന്നതാണ്. വലിയ സൗഭാഗ്യം നമുക്കതുകൊണ്ട് ഉണ്ടാകും. ഒന്നതിൽ പറയുന്നത് താലി അൽ ഖുർആൻ എന്നാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവരെ, പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുന്നവരെ, പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങൾ മനസ്സിലാക്കുന്നവരെ, പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങളെ സ്വർഗം കാത്തിരിക്കുന്നുണ്ട് എന്നാണ്. നമുക്ക് പരിശോധിക്കാം ഞാൻ അതിലുണ്ടാവുമെന്ന്. അതിനാണല്ലോ നമ്മളെ ക്ലാസ്സൊക്കെ. നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാനാണ്. ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, ഞാൻ ആ വിഭാഗത്തിൽ ഉണ്ടാവുമോ? പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, അത് പഠിക്കുന്നു, കാണാതെ പഠിക്കുന്നു, അതിന്റെ അർത്ഥം പഠിക്കുന്നു, അത് ജീവിതത്തിൽ പകർത്തുന്നു. ഇങ്ങനെയുള്ള ഒരു സ്വഭാവം എനിക്കുണ്ട് എങ്കിൽ അൽ ജന്നത്തു മുസ്താഖത്തുൻ ലി അർബഈൻ, ഈ 4ൽ ഒരു വിഭാഗത്തെ അള്ളാഹു കാത്തിരിക്കുന്നുണ്ട് എന്നാണ്. അല്ലെ, ഖുർആൻ യശ്ഫഅനി ലി അസ്ഹാബിഹി, അത് നാളെ പരലോകത്ത് അസ്സൗമു വൽ ഖുർആൻ യശ്ഫഅനി ലി അസ്ഹാബിഹി എന്നാണ്. നോമ്പും ഖുർആനും നമുക്ക് നാളെ പരലോകത്ത് നമുക്ക് സാക്ഷി പറയുന്നതാണ്. നിന്റെ ഒരു ഖുർആൻ ഉണ്ടാകുക, നമ്മുടെ ഒരു ഖുർആൻ ഉണ്ടാകുക. ആ ഖുർആൻ നമുക്ക് വേണ്ടി നാളെ ശുപാർശ പറയുന്ന ഒരു ദിവസം വരുന്ന കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവുമോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. രണ്ടാമത് പറഞ്ഞ വിഭാഗം ആരാണ്? ഹാഫിളുൽ ലിസാൻ എന്നാണ്. നാവിനെ സൂക്ഷിച്ചവരെ നിങ്ങളെ സ്വർഗം കാത്തിരിക്കുന്നു എന്നാണ്. എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുമോ? എന്റെ നാവിന്റെ മൂർച്ച ഒരാളെയും അപമാനിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയുമോ? എന്റെ നാവിന്റെ മൂർച്ച കൊണ്ട് ഒരാളുടെയും കണ്ണീർ ഭൂമിയിൽ ഉറ്റിയിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? നമ്മൾ അദീബത്തും പരദൂഷണവുമായി മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറഞ്ഞ് ഒരുപാട് ആളുകളുടെ ജീവിതത്തെ മാനക്കേടിലാക്കി, പലരുമായുള്ള ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കാൻ നമ്മുടെ നാവിനെ ഉപയോഗിച്ചു. അങ്ങനെ നമ്മുടെ നാവ് വരുത്തി വെച്ച വിനകൾ ഒന്നുമില്ല എന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ സ്വർഗം പ്രിയപ്പെട്ടവരെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ ഞാൻ ആലോചിക്കേണ്ടത് എന്താണ്? നമ്മൾ ആലോചിക്കേണ്ടത് ഞാൻ ആ ഗ്രൂപ്പിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ്. നമ്മൾ പല ഗ്രൂപ്പും, പല സംഘടനകളും, പല സംഘങ്ങളും, പല പ്രസ്ഥാനങ്ങളും, പല ക്ലബ്ബുകളും, പലതരത്തിലുള്ള കൂട്ടായ്മകളും ഒക്കെയായി ജീവിക്കുന്ന ആളുകളാണ്. അതിലും ഇതിലുമൊക്കെ പേരില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് പരാതിയാണ്. ഇന്ന് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയില്ല, അതിന്റെ പേരിൽ കേസും തർക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളാണ് നമ്മുടെ പുതിയ കാലത്തെ ആളുകൾ എന്ന് പറയുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ നാവ് കൊണ്ട് ഒരു മനുഷ്യനെയും ദ്രോഹിച്ചിട്ടില്ല എന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് എനിക്കും നിങ്ങൾക്കും പരിശോധിക്കാൻ പറ്റണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ സ്വർഗം നമുക്കുള്ളതാണ്. മൂന്നാമതിൽ പറയുന്നത് മുതഇമുൽ ജിയാൻ എന്നാണ്. വിശക്കുന്നവന്റെ വിശപ്പ് മാറ്റിയവനെ കുറിച്ചാണ്. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയവനെ കുറിച്ചാണ്. ആർദ്രമായ മനസ്സുകൊണ്ട് പാവപ്പെട്ടവന് ഒരു ഭക്ഷണ കിറ്റ് കൊടുത്തു, ഒരാൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തു, ഒരാളെ വീട്ടിൽ നോമ്പ് തുറപ്പിച്ചു, ഒരാളുടെ ഒരു നേരത്തെ വിശപ്പകറ്റാൻ നമ്മൾ സഹായിച്ചു. അത്തരത്തിലുള്ള ആളുകളുടെ വിഷയത്തിൽ നമ്മൾ പ്രോത്സാഹനം കൊടുത്തു. അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവുമോ എന്നാണ്. നമ്മൾ ഉണ്ടെങ്കിൽ സ്വർഗം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ്. നാലാമതിൽ പറഞ്ഞത് സ്വഇമീന റമളാൻ എന്നാണ്. പരിശുദ്ധ റമളാനിൽ നോമ്പനുഷ്ഠിക്കുന്നവരെ നിങ്ങളെ സ്വർഗം കാത്തിരിക്കുന്നു എന്ന്. ഈ 4 കാര്യങ്ങൾ ഈ റമളാനിൽ നമ്മളൊന്ന് എടുത്തു നോക്കിയാൽ ഖുർആനുമായി നമ്മൾ കുറെയൊക്കെ ബന്ധപ്പെടുന്നു. നാവിനെ നന്നായി സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. പാവപ്പെട്ടവരുടെ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ കാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നു. നമ്മളാണെങ്കിലോ നോമ്പുകാരുമാണ്. ആ നിലയ്ക്ക് സ്വർഗം നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകുമെന്നാണ്. ആ സ്വർഗം കാത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സ്വർഗം നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണെന്ത്? കുടുംബജീവിതത്തിൽ തർക്കങ്ങൾ ഉണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത്.
അവരുടെ ഈ അമലുകളൊന്നും ഖുർആൻ പാരായണമാവട്ടെ, നാവിനെ സൂക്ഷിച്ചതാവട്ടെ, ദിക്റുകൾ ചൊല്ലിയതാവട്ടെ, പാവപ്പെട്ടവർക്ക് വിശപ്പ് മാറ്റിയതാവട്ടെ, അവന്റെ നോമ്പാവട്ടെ, അതൊന്നും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടാതെ പോയാലുള്ള സങ്കടം എത്ര വലുതാണ്. വലിയ ദുരന്തവും ദുരിതമാണല്ലോ അത്. വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ നന്നായി ആലോചിക്കുക. ഈ റമദാനിൽ അള്ളാഹ് നമ്മൾ എന്തിനായിരിക്കും ബാക്കിയാക്കിയിട്ടുണ്ടാവുക? ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്രദേശത്ത്, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു കാരണവർ മരണപ്പെട്ടു. ഈ റമദാൻ പൂർത്തിയാക്കാൻ അള്ളാഹു അദ്ദേഹത്തിന്റെ ആയുസ് അനുവദിച്ചില്ല. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെയൊക്കെ എന്തിനായിരിക്കും ബാക്കിയാക്കിയത്? കഴിഞ്ഞ റമദാനിന് ശേഷം ഈ റമദാനിൽ ആയുസ് ലഭിക്കാതെ പോയ എത്രയോ മനുഷ്യരില്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവരില്ലേ? നമ്മുടെ കുടുംബങ്ങളിൽപ്പെട്ടവരില്ലേ? നമ്മുടെ തന്നെ മഹലിൽപ്പെട്ടവരില്ലേ? എന്തിനാണ് നമ്മളെ ബാക്കി വെച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒന്നുകിൽ നമ്മൾ കുറച്ചുകൂടി നല്ല അമലുകൾ ചെയ്ത് അള്ളാഹുവിലേക്ക് കൂടുതൽ ദർജയിലെത്തുന്ന മനുഷ്യരായി തീരാൻ, അള്ളാഹുവിന്റെ ഇഷ്ടം ലഭിക്കാൻ വേണ്ടി ബാക്കിയാക്കിയതാകാം. നമ്മുടെ അത്ര വയസ്സുള്ളവരൊന്നും എല്ലാവരും കൂടെ ജീവിച്ചിരിപ്പില്ലല്ലോ. നമ്മളെ കൂടെ പഠിച്ചവർ, നമ്മുടെ കൂടെ കളിച്ചവർ, നമ്മുടെ കൂടെ ജോലി ചെയ്തവർ, നമ്മെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, താങ്ങും തണലുമായവർ പലരും നമ്മോടൊപ്പം ഇല്ല. നമ്മൾ എന്തിനായിരിക്കും ബാക്കി വെച്ചത്? ഒന്നുകിൽ നമ്മൾ ധാരാളം അമലുകൾ ചെയ്ത് കുറച്ചുകൂടി ദറജകൾ അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിലോ നമ്മളെ ഭാഗത്തുനിന്ന് എന്തോ തിരുത്താണ്ടാവും. അള്ളാന്റെ ഒരു സ്നേഹവും കാരുണ്യവും നമുക്കുള്ളതുകൊണ്ടായിരിക്കും. അത് തിരുത്തിയിട്ടുകൊണ്ട് പോയാൽ മതി, നാട്ടിൽ നിന്ന് പോയാൽ മതി എന്ന് അള്ളാഹ് നിശ്ചയിച്ചുകൊണ്ടാണെങ്കിലോ? ഇബാദത്തിന്റെ വിഷയത്തിൽ നമ്മുടെ പോരായ്മകൾ പരിഹരിക്കാൻ ഒരു റമദാൻ കൂടി നൽകിയാൽ അയാൾ അത് തിരുത്തുമായിരിക്കാം. ഇബാദത്തിന്റെ വിഷയത്തിൽ, സ്വഭാവത്തിന്റെ വിഷയത്തിൽ അയാളുടെ പോരായ്മകൾ ഒരു റമദാൻ കൂടി സാക്ഷ്യമാക്കിയാൽ അയാൾ സ്വഭാവം നന്നാക്കിയേക്കാം. ഇടപാടിന്റെ വിഷയത്തിൽ റമദാനിൽ സാക്ഷിയാക്കിയാൽ അയാൾക്കൊരു മാനസാന്തരം വന്ന് അയാളുടെ ഇടപാടുകളൊക്കെ ഒന്ന് നന്നാക്കി ഹലാലും ഹറാമും ഒക്കെ വേർതിരിച്ച് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇടപാടുകൾ നടത്തി അയാൾക്കൊരു അവസരം കൊടുക്കാം. പരസ്പരം പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങളെ, പരസ്പരം തെറ്റി നിൽക്കുന്നവർ, പരസ്പരം അകന്നു നിൽക്കുന്നവരെ അവന്റെ ഈ ഒരു റമദാൻ കൂടി സാക്ഷിയാക്കി കൊടുത്താൽ ആ റമദാൻ കൊണ്ട് ഉപയോഗപ്പെടുത്തി അവരുടെ പിണക്കങ്ങളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് നന്നായേക്കാം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ശരിപ്പെടുത്താൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോ നമുക്ക് ആയുസ് നീട്ടിത്തന്നത്. ഓരോരുത്തരാണ് ആലോചിക്കേണ്ടത്. ഞാൻ ആലോചിക്കേണ്ടത് ഇന്റെ കാര്യത്തിൽ ഞാൻ എവിടെയാണ് ശരിയാകേണ്ടതെന്നുള്ള. ഓരോ മനുഷ്യർക്കും ഓരോ വീക്ക് പോയിന്റ് ഉണ്ടാവും, ഒരു വീക്ക്നെസ്സുകൾ ഉണ്ടാവും, നമുക്ക് ദുർബലതകൾ ഉണ്ടാവും മനുഷ്യർ എന്നുള്ള നിലയ്ക്ക്. ചിലർക്ക് സ്വഭാവത്തിലായിരിക്കും, പെട്ടെന്ന് ദേഷ്യം പിടിക്കും. ചിലപ്പോൾ വളരെ പരുക്കനായിരിക്കും, അല്ലെ? പരുക്കനായ മനുഷ്യരെ പോലും വളരെ നിർമ്മലമായ മനസ്സിനുടമയാക്കിയ ഖുർആൻ അവതരിച്ച മാസാണത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എത്ര പരുക്കനായിരുന്നു, അല്ലെ? ആ ഉമർ റളിയല്ലാഹു അൻഹു ആണ് പിന്നെ പറയുന്നത്, എന്റെ ഭരണസമയത്ത്, അല്ലെ, യൂഫ്രട്ടീസിന്റെ നദീതീരത്ത് ഒരാട്ടിൻകുട്ടി എങ്ങാനും ചത്തുപോയാൽ, വെള്ളം കിട്ടാതെ ചത്തുപോയാൽ ഞാൻ അതിന് റബ്ബിനോട് മറുപടി പറയണമെന്ന് പറയാൻ പാകത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പരിവർത്തിപ്പിച്ച പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിലാണ്, ഷഹ്റു റമളാനിലാണ് നമ്മൾ ഉള്ളത്. മാത്രമല്ല, ആ ഖുർആൻ അവതരിപ്പിക്കപ്പെടാൻ തെരഞ്ഞെടുക്കപ്പെട്ട ലൈലത്തുൽ ഖദർ അവതരിപ്പിക്കപ്പെടുന്ന പുണ്യ സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ മനസ്സാർദ്രമാകേണ്ട സമയമായി കഴിഞ്ഞു. ഏത് പരുക്കനെയും കൂടുതൽ എളിമയുള്ളവനും വിനയമുള്ളവനും സ്നേഹമുള്ളവനും കരുണയുള്ളവനും ആക്കുന്ന പരിശുദ്ധ ഖുർആന്റെ ആളുകളായി നമ്മൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് നിർമ്മലമാകണം. നമ്മുടെ ഊക്കും വമ്പൊക്കെ നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. നമ്മൾ പലപ്പോഴും കുടുംബങ്ങളിലൊക്കെ പല പണക്കങ്ങൾ ഉണ്ടാവും, തെറ്റി നിൽക്കുന്ന മനുഷ്യരുണ്ടാവും, നമുക്കൊക്കെ ന്യായം ഉണ്ടാവും. ആർക്കാ ന്യായമില്ലാത്ത? നമ്മുടെ നാവിന്റെ ബലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ് ന്യായീകരിച്ച് ജയിക്കാൻ കഴിയാത്ത? പുതിയ കാലത്ത് ആർക്കും വാദിച്ച് ജയിക്കാൻ പറ്റുന്ന അത്ര മിടുക്ക് എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. പക്ഷെ എത്ര ദിവസം നമ്മൾ പിടിച്ചു നിൽക്കും? ഖുർആൻ പറഞ്ഞു, ഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ആ ഖബറിലേക്ക് എത്തുന്ന സമയം വരെ ഉണ്ടല്ലോ, അതുവരെ നിങ്ങളെ ഊക്കും വമ്പൊക്കെ നിൽക്കും. മറ്റോ ഈ ശ്വാസം ഇങ്ങനെ മേലോട്ടും താഴോട്ടൊക്കെ ഇങ്ങനെ വലിച്ചു വിടണ ഈ സംഗതി ഒരു ദിവസം അവസാനിക്കും. നമുക്ക് വേണമെങ്കിൽ എണ്ണിയെടുക്കുക ഒരു ദിവസം എത്ര വലിച്ചു വിടണമെന്ന്. അതൊരു ദിവസമാണ് നിൽക്കും. ആ നിൽക്കണോടുകൂടി നമ്മുടെ ഈ ദുനിയാവിലെ ദൗത്യം തീരാണ്. അഹത്താ സുർത്തുമുൽ മഖാബിർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുന്നത് വരെ, ഖബറിൽ എത്തുന്നവരെ നിങ്ങൾക്ക് വലിയ ഈഗോ കൊണ്ടടക്കാം, വാശി കൊണ്ടടക്കാം. തമ്മിൽ ഞാൻ അങ്ങോട്ട് പോകില്ല, നിങ്ങൾക്ക് വാശി പിടിക്കാം. മൂപ്പർക്കെന്താ ഇങ്ങോട്ട് വന്നാൽ എന്ന് നമുക്ക് ചോദിക്കാം. അങ്ങനെ പല ന്യായങ്ങളും നമ്മുടെ ഭാഗത്തുണ്ടാവും.
നിന്റെ ഭാഗത്തല്ലേ 100 വട്ടം ശരി എന്ന് നമുക്ക് വാശി പിടിച്ച് നിൽക്കാം. പക്ഷെ ഈ ശ്വാസമാണ് നിൽക്കുന്നത് വരെ ആ വാശിയൊക്കെ നിലക്കുള്ളൂ. പിന്നീട് മറ്റൊരു ലോകത്തേക്ക് നമ്മൾ പറിച്ച് നടപ്പെടുകയാണ്. അള്ളാഹുവിന്റെ ബർസഖിയായ ഒരു ലോകത്തേക്ക് നമ്മൾ പോവാൻ. അപ്പൊ ഏത് കാര്യത്തിലാവട്ടെ നമ്മൾ അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളോട് അങ്ങനെ അടുത്ത് നിൽക്കുകയാണോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. എന്റെ ഏത് തീരുമാനം എടുക്കുകയാണെങ്കിലും അതിൽ അള്ളാന്റെ ഇഷ്ടം എന്താണ് എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഒരാളോട് തെറ്റണം, ഒരാളോട് നന്നാകണം. അള്ളാഹുവിന്റെ ഇഷ്ടം അതിൽ എന്താണ് എന്ന് മനസ്സിലാക്കുക, അതിന്റെ കൂടെ നിൽക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഇഷ്ടം എന്താണോ അതിന്റെ കൂടെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ഇഷ്ടങ്ങളിലേക്ക്, വാക്കുകളിലേക്ക് നമ്മൾ മടങ്ങാൻ തയ്യാറായാൽ എല്ലാ പ്രശ്നവും തീരും, എല്ലാം സോൾവ് ആവും. ഏത് പ്രയാസവും നമ്മൾ സഹിക്കും, റബ്ബിന്റെ സഹായം ഉണ്ടാവും ചെയ്യും. നോക്കൂ, ബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കുടുംബരംഗത്താവട്ടെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും വിശുദ്ധമാകണം എന്നാണ് അള്ളാഹിന്റെ താല്പര്യം. ഒന്നാമതായി അള്ളാഹിട്ടുള്ള ബന്ധമാണ്. അള്ളാഹിട്ടുള്ള ബന്ധം വിശുദ്ധമാകണം. അങ്ങനെ വിശുദ്ധമാകുക എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ ക്ലിയർ ആകുക, ശിർക്ക് കലരാത്ത ബന്ധാവുക, അള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറാവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള ബന്ധം അങ്ങേയറ്റത്തെ ഹബ്ബുണ്ടാകണം. അത് ഏറ്റവും വിശിഷ്ടമായ രൂപത്തിലാകണം. നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ കഴിഞ്ഞാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. പിന്നീട് നമ്മൾ അടുത്ത ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളായിട്ടുള്ള ബന്ധമാണ്. മാതാപിതാക്കളും മക്കളുമായുള്ള ബന്ധം വിശുദ്ധമാകണം. ആണോ ഇല്ലേ എന്ന് നമ്മളാണ് പരിശോധിക്കേണ്ടത്. പല മാതാപിതാക്കളും വലിയ പ്രയാസത്തിലാണ്, വലിയ വിഷമത്തിലാണ്. മക്കൾ തിരിഞ്ഞു നോക്കുന്നില്ല, മക്കൾ പരിഗണിക്കുന്നില്ല. മക്കൾ പലരുടെയും വാക്കുകൾക്ക് ചെവിയോർത്ത് പരസ്പരം തെറ്റുന്ന പ്രവണതയിലേക്ക് പോകുന്നു. പലപ്പോഴും ഒരു പരിഗണനയും കിട്ടാത്ത മാതാപിതാക്കൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു, നമ്മുടെ വീട്ടിലുണ്ടാകുന്നു. എത്ര സങ്കടകരമാണ്. ഇസ്ലാമിക പ്രസ്ഥാനത്തിനും ഇസ്ലാഹി പ്രസ്ഥാനത്തിനുമൊക്കെ വേരും വളർച്ചയും നൽകിയ ഒരു മഹാപ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ പുളിക്കൽ പ്രദേശത്ത് അങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ പരിശോധിച്ചിട്ടില്ല. ഉണ്ടാകാൻ പാടില്ല. പക്ഷെ പൊതുവെ അത് കാണപ്പെടുന്നുണ്ട്. മാതാപിതാക്കളെ മരണപ്പെടുമ്പോ പലപ്പോഴും മക്കൾ തിരിഞ്ഞു നോക്കാതെ അസ്ഥിയായി കിടന്നുപോയ വാർത്തകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യാൻ. കുടുംബത്തിലാക്കി പോയതാണ്, അന്വേഷിക്കാൻ ആളില്ല. എന്നിട്ട് അവസാനം മരണപ്പെട്ട് പിന്നെ സ്മെല്ലൊക്കെ വന്ന് അവസാനം മാംസമൊക്കെ ജീർണിച്ച് എല്ലാം മാത്രം ബാക്കിയായ കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ഗൗരവത്തിൽ കാണണം. നമ്മുടെ പ്രദേശത്ത് വാർദ്ധക്യ സഹജമായ സാഹചര്യങ്ങളിൽ സംരക്ഷിക്കപ്പെടുന്ന കേന്ദ്രങ്ങൾ വളർന്നു വരുന്നു. മലപ്പുറവും കോഴിക്കോടൊക്കെ ഇന്ന് ഒഴിവായിരുന്നു, പക്ഷേ അത് കൂടിക്കൂടി വരുന്നു. ഫാറൂഖ് കോളേജിനടുത്ത് ഒരു സ്നേഹതീരം എന്ന് പറയുന്ന ഒരു കേന്ദ്രമുണ്ട്. അവിടെ ഒരിക്കൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയ വാർത്തകൾ തന്നെ നമ്മളെ വേദനിപ്പിക്കും. ഗൾഫിക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ പോണ മകൻ ബാപ്പാനെ നന്നായി കുളിപ്പിച്ച് മാറ്റി ഒരുക്കി നല്ല ഉഷാറാക്കി കയ്യിലൊരു പെട്ടിയും ബാഗൊക്കെ കൊടുത്തിട്ട് നേരെ കൊണ്ടേയാക്കിയ ഒരു വാപ്പ അവിടെ ഉണ്ട്. മോനവിടെ ആക്കിയാണ് ഗൾഫിൽ പോയതാണ്. ഗൾഫിൽ പോകാറ് കൊണ്ടുവന്നാണ്. മുസ്ലിം കുടുംബങ്ങളിൽ അങ്ങനെ ഉണ്ടാകുന്നു. പലരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഓരോ ദിവസവും മക്കൾ വരാതിരിക്കില്ല. പക്ഷെ നമ്മളതിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളോട് ചോദിക്കുമ്പോൾ പറയും അവർ വരൂല എന്ന് തീർത്ത് പറഞ്ഞവരാണ്. പക്ഷേ ബാപ്പയും അമ്മയും വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. എൻ്റെ മക്കൾ വരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒഴിവുണ്ടാകുമ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് പോയിരുന്നാൽ നമുക്ക് മനസ്സിലാവും ആളുകളുടെ വേദനകൾ എത്രയാണ്. നമ്മുടെ കുടുംബങ്ങളിൽ പ്രായമായി വരുന്നവരെ ഇത്രത്തോളം സംരക്ഷിക്കേണ്ടവരാണ് എന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയും. പലപ്പോഴും നമ്മൾ നല്ല സൗകര്യത്തിൽ വളർത്തുന്നുണ്ടാവും. പലരും സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. നല്ല വീടില്ലേ, നല്ല റൂമില്ലേ, വാപ്പങ്ങൾക്ക് നല്ല AC വെച്ചെന്നില്ലേ, നിങ്ങൾക്ക് ആവശ്യത്തിന് വിളിപ്പുറത്ത് ഒരു ബെല്ലടിച്ചാൽ ഒരൊച്ച വെച്ചാൽ വരാനാവുന്ന തരത്തിലുള്ള സർവീസിനുള്ള ആളുകളെ വെച്ചില്ലേ. ഇതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് എന്തിന്റെ കുറവാവിടെ നമ്മൾ ചോദിക്കും. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വാപ്പക്കും ഉമ്മക്കും എന്തിന്റെ കുറവാണ് എന്ന് ഭൗതികമായി സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. അവർക്ക് അവിടെ ഒരു കുറവുണ്ട്. എന്താണ് കുറവ്? നമ്മളുടെ സാന്നിധ്യം അവിടെ ഇല്ല എന്നുള്ളതാണ് അതിന്റെ കുറവ്, അല്ലേ? നമ്മുടെ സമയം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് അവരനുഭവിക്കുന്ന കുറവ്. നമ്മുടെ സാന്നിധ്യവും സാമീപ്യവും തലോടലും ഒരു ചോദ്യം ഉണ്ടല്ലോ, സുഖണ്ടോ, പിന്നെ അസുഖണ്ടോ, വിഷമുണ്ടോ, എന്താ ആവശ്യമുള്ളത് എന്നിത്യാദി ചോദ്യങ്ങൾ
പറഞ്ഞ് നമ്മൾ കുറച്ചു നേരം അവിടെ ഇരിക്കാൻ ശ്രമിക്കുന്ന ഒരു സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കിട്ടാതെ നിങ്ങൾ AC കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല, നല്ല പട്ടുമത്ത വിരിച്ചു കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല, നല്ല റൂം സെറ്റാക്കി കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. എല്ലാം വെളിപ്പുറത്തില്ലേ, നിങ്ങൾക്ക് ഇവിടെ എന്തിന്റെ കുറവാണ് എന്ന് ചോദിച്ചുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. അവർക്ക് വേണ്ടത് നമ്മുടെ സാമീപ്യവും നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സഹായവും നമ്മുടെ വർത്തമാനങ്ങളും പഴയ കാര്യങ്ങളെ ഓർത്തെടുക്കാനും അത് പറയാനും ഒക്കെയുള്ള സാവകാശവും സൗകര്യങ്ങളൊക്കെയാണ്. വാതോരാതെ അവർക്ക് പറയേണ്ടി വരും. യൂട്യൂബിലൊരു ദ പാരറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കിട്ടും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതില് ഒരു പ്രായമായ മനുഷ്യൻ കണ്ണിനൊക്കെ സർജറി കഴിഞ്ഞ് ഒരു പാർക്കിൽ വന്നിരിക്കുന്നുണ്ട്. വളർന്ന് വലിയൊരു മുതിർന്ന ഒരു മകൻ ഒരു പത്രം വായിച്ച് അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരിക്കുന്നു. ആ പാർക്കിലേക്ക് ഒരു കിളി വന്നിരുന്നിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ഈ പ്രായമായ മനുഷ്യൻ ചോദിക്കുന്നുണ്ട്, മോനെ അത് ഏത് കിളിയാണ്, അതെന്താണ് സൗണ്ട് ഉണ്ടാക്കുന്നത്? ഈ മോൻ പേപ്പർ വായിക്കുന്നിടത്ത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തലയിരിച്ചിട്ട് പറയും, അപ്പ അതിന്നെ കിളിയാണ്, ഇന്ന് കിളിന്റെ സൗണ്ടാണ്. 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഇയാൾ ഇതേ ചോദ്യം ആവർത്തിക്കാൻ, മോനെ എന്താണ് ആ സൗണ്ട് കേട്ട്, എന്താണ് ആ ശബ്ദം എന്ന് ചോദിക്കാൻ. വീണ്ടും ഈ മകന് കുറച്ച് നീരസത്തോട് പറയണ്ട, അതൊരു കിളിയാണ്. പറഞ്ഞില്ല, അപ്പൊ കിളിയാണ്. 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഇയാൾ അതേ ചോദ്യം ചോദിക്കാൻ. അതോടുകൂടി മകൻ ഈ പേപ്പർ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട്, ഞാനതൊരു കിളിയാണെന്ന് പറഞ്ഞില്ല മനുഷ്യ എന്ന് അല്പം ദേഷ്യത്തോടു കൂടി സംസാരിക്കാൻ. ഇയാള് പുഞ്ചിരിച്ചു നിന്നിരുന്ന വളരെ മനസ്സ് സന്തോഷത്തോടു കൂടി ഒരു കിളിയുടെ ശബ്ദം ആസ്വദിച്ചിരുന്ന ഈ മനുഷ്യനാകെ മുഖം ഇങ്ങനെ വല്ലാതെ ചുളുങ്ങിപ്പോയി. കുറച്ചേരം മിണ്ടാതിരുന്നു. ഇവരുടെ വീടിന്റെ മുമ്പിലാണ് ഈ പാർക്കുള്ളത്. കുറച്ചു കഴിഞ്ഞ് ഈ ബാപ്പ മോനോട് പറയണ്ട, മോനെ എൻ്റെ മേശപ്പുറത്തൊരു ഡയറി ഉണ്ടാവും, അതൊന്ന് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. മോനെങ്ങനെ കുറച്ചേരം ഇയാളെ നോക്കിയിട്ട് ഈ ഡയറി എടുത്തുകൊണ്ടുവരാൻ പോവാം. ഡയറി ഇങ്ങനെ എടുത്തുകൊണ്ടെന്ന് ഇയാളുടെ അടുത്തിരുന്നു. ഇയാൾ പറഞ്ഞു, അതില് ഇന്ന ഡേറ്റിലെ ഇത്രാമത്തെ പേജ് ഒന്ന് തുറക്കോ എന്ന് ചോദിക്കാൻ. ആ പേജ് അയാൾ തുറന്നു. അതിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ വായിക്കാൻ പറയാണ്. അപ്പൊ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, എൻ്റെ മകൻ ഇന്ന് 3 വയസ്സ് പ്രായം തികഞ്ഞിരിക്കുന്നു. അവർക്ക് ഈ ഇരിക്കണ മോന്റെ അന്നത്തെ ദിവസത്തെ ഡയറി എഴുതിയതാണ്. എൻ്റെ മകൻ ഇന്ന് 3 വയസ്സ് പ്രായം തികഞ്ഞിരിക്കുന്നു. നമ്മുടെ വീടിന് മുമ്പിലുള്ള വലിയ മനോഹരമായ പാർക്കിൽ ഞാവനുമായി കളിക്കാൻ വേണ്ടി വന്നിരുന്നു. ആ സമയത്ത് അവിടേക്ക് പാറി വന്ന ഒരു കിളിയുടെ ശബ്ദം കേട്ട് എൻ്റെ കുട്ടി എന്നോട് ചോദിച്ചു, അത് എന്ത് ശബ്ദമാണ് ബാപ്പ എന്ന്. ഞാൻ അവനോട് പറഞ്ഞു, അതിന്ന കിളിയുടെ സൗണ്ടാണ് എന്ന്. അവന് ഭയങ്കര സന്തോഷമായി. അവൻ കൈകൊട്ടി ചിരിച്ചു. അവന് വന്ന പല്ലുകൾ വെളുക്കക്കാണ് അവൻ ചിരിച്ചു. എനിക്കും സന്തോഷമായി, അവനും സന്തോഷം. 2 മിനിറ്റ് പിന്നിട്ട് വീണ്ടും അവൻ ഇതേ ചോദ്യം ചോദിച്ചു, വാപ്പ അതെന്ത് സൗണ്ടാണ്? അങ്ങനെ 21 തവണ എൻ്റെ മകൻ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഓരോ തവണ ചോദിക്കുമ്പോഴും ഞാൻ അവനിങ്ങനെ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് കവിളിലൊരു മൊത്തം കൊടുത്തുകൊണ്ട് പറയും, മോനെ അതിന്നെ കിളിയാണ് എന്ന്. ഞാനങ്ങനെ 21 തവണ അവനോട് ഈ കിളിയെപ്പറ്റി സംസാരിച്ചുകൊണ്ടേ. അന്നേ ദിവസം എൻ്റെ മകൻ എത്ര ഹാപ്പി ആയിരുന്നു എന്നാണ് ആ വരി അവസാനിക്കുന്നത്. ഈ ഡയറി ഇങ്ങനെ ഈ മനുഷ്യൻ ഇങ്ങനെ വായിച്ചോടുകൂടി കണ്ണൊക്കെ നിറഞ്ഞ് സങ്കടമായിട്ട് ഈ വാപ്പാനെ കെട്ടിപ്പിടിക്കുന്ന ഒരു വീഡിയോ ആണ്. നമ്മളിങ്ങനെ പ്രായമാവും തോറും നമ്മളെ വീട്ടിലെ പ്രിയപ്പെട്ടവരിങ്ങനെ ഈ ചെറിയ പ്രായത്തിലേക്ക് ഇങ്ങനെ മടങ്ങുകയാണ്. നമുക്ക് ദേഷ്യം വരും അല്ലെ, നമ്മൾക്ക് ഇറിറ്റേഷൻ വരും. പക്ഷെ ഒരു കാലത്ത് നമ്മൾ അങ്ങനെയായിരുന്നു. എത്ര വട്ടാണ് നമ്മളെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ക്യൂരിയോസിറ്റി, അവരുടെ ഈ അമിതമായ ഉത്കണ്ഠ, താല്പര്യങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു പ്രായമാണത്. ചോദിച്ചു തന്നെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും. പ്രായമായാലും നമ്മൾ ചെന്നാൽ ഇപ്പോഴും ഉണ്ടോ എന്നൊക്കെ ചോദിക്കൂ അല്ലെ, ഓർമ്മയില്ലാഞ്ഞിട്ടായിരിക്കും. ഇപ്പോഴും ഉണ്ടോ എന്ന് ചോദിക്കൂ. ഇയല്ലേ കുറച്ച് മുന്നേ മരിച്ചീന്, എന്റെ വാർത്ത പേപ്പറിലുണ്ടായിരുന്നതൊക്കെ പറയും. നമുക്ക് ഇഷ്ടമുള്ള ഒന്നല്ല പറയാം, മറന്നു പറയുന്നതായിരിക്കും. ചെറിയ കുട്ടികളെ പോലെ അവരുടെ മുതുകൊടിയും അവർ പിച്ച വെച്ച് നടക്കുന്നത് പോലെയാകും. ഞാൻ പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ അത്തരത്തിലുള്ള ആളുകളുണ്ട് എങ്കിൽ, നമ്മുടെ മാതാപിതാക്കൾ അങ്ങനെയാണ് എങ്കിൽ അവർക്ക് പരിരക്ഷ കൊടുക്കേണ്ടവർ ആരാണ്? നമ്മളാണ്.
അതിൽ വീഴ്ച വരുത്തിയാൽ നമുക്ക് എങ്ങനെയാണ് സ്വർഗം കിട്ടുക എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മിമ്പറിലേക്ക് കയറിയപ്പോൾ ആമീൻ പറഞ്ഞൊരു സന്ദർഭം ചില റിപ്പോർട്ടുകളിൽ അത് അത്ര സഹീഹല്ല എന്ന് വന്നിട്ടുണ്ട്. എന്നാലും അൽബാനിയെ പോലെയുള്ള പ്രഗമരായ പണ്ഡിതന്മാർ അത് സഹീഹാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഹസനായ റിപ്പോർട്ടുകളിൽ കാണാൻ പറ്റും. അതില് ഒരു പടിയിലേക്ക് കയറുമ്പോൾ ആമീൻ എന്ന് പറഞ്ഞെടുത്ത് സഹാബത്ത് ചോദിക്കുന്നത് എന്താണ്? എന്തിനാണ് ഈ ആമീൻ 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 എന്ന് പറഞ്ഞത്? ഒന്ന് നോമ്പുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടാമതൊന്ന് പറഞ്ഞത് ഇതാണ്: പ്രായമായ 2 മാതാപിതാക്കളെ കിട്ടിയിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തവർക്ക് അള്ളാഹുവിന്റെ ലഅനത്തുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. സഹാബത്തെ, ഞാനതിന് ആമീൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വർഗമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുടുംബത്തിന്റെ ആണിക്കല്ലാണ് അവർ, അല്ലെ? വാപ്പപ്പോ ആരെ കൂടെയാണ്? വാപ്പപ്പ എന്റെ കൂടെയാണ് എന്നല്ല പറയേണ്ടത്, ബാപ്പാന്റെ കൂടെയാണ് ഞാൻ എന്ന് പറയണം എന്നൊരു പ്രഭാഷണത്തിൽ കേട്ടത് ഓർക്കുകയാണ്. ബാപ്പാൻ എന്റെ കൂടെയാണ് എന്ന് പറയുന്നേക്കാളും നല്ലത് ഞാനിപ്പം ബാപ്പാന്റെ കൂടെ, ബാപ്പന്റെ പുരയിലാണ്, പക്ഷെ ഞാനിപ്പോ ബാപ്പന്റെ കൂടെയാണ് എന്ന് പറയൂ എന്നാണ്. അവർക്കൊരു അഡ്രസ്സാണത്, അവർക്കൊക്കെ അംഗീകാരമാണത്, അവർക്കതൊരു പരിഗണനയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിച്ചത് മാതാപിതാക്കളും മക്കളുമായുള്ള ബന്ധം വിശുദ്ധമാകേണ്ടതുണ്ട്. ഏതുപോലെ അള്ളാഹു റസൂലായിട്ടുള്ള ബന്ധം പോലെയാണ് എന്നാണ്. അവിടെ നമ്മുടെ ഈ ജീവിതത്തിൽ എന്താണ് സ്ഥിതി എന്ന് നമ്മൾ ആലോചിക്കുക. പിന്നെ കുടുംബം എന്ന് പറയുന്നത് നമ്മളെ ബന്ധത്തിൽ ഭാര്യയും ഭർത്താക്കന്മാരും ആയിരിക്കും. അവിടെ നമ്മുടെ ബന്ധം എത്രത്തോളം വിശുദ്ധമാണ് എന്ന് നമ്മൾ ആലോചിക്കുക. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട്, മാതാപിതാക്കൾ മരുമക്കളോട്, മരുമക്കൾ മാതാപിതാക്കളോട്, കൂട്ടുകുടുംബങ്ങൾ അവരുടെ ബന്ധങ്ങൾ വിശുദ്ധമാണോ? രക്തബന്ധുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ ബന്ധങ്ങൾ വിശുദ്ധമാണോ? വിശുദ്ധമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവും റസൂലും എന്താണ് ഈ വിഷയത്തിൽ പറഞ്ഞത്? ആ ഇഷ്ടങ്ങളിലേക്ക് നമ്മൾ മടങ്ങുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവര്. പടച്ചവനെ പേടിച്ചും പരലോകത്തെ ഉൾക്കൊണ്ടുമൊക്കെ നമ്മൾക്ക് പോകാൻ കഴിയുമ്പോൾ അത് സാധിക്കുള്ളൂ. ഖുറാനിൽ ഒരു ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. ഖുറാൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അഫമയ്യഅലം അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ് കമൻ ഹുവ അഅമാ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. അഫമയ്യഅലമു അന്നമാ ഉൻസില ഇലൈക മിർ റബ്ബിക്കൽ ഹഖ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ ഹക്കാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്നാണ് ചോദ്യം. അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനിലുള്ള കാര്യങ്ങളൊക്കെ അത് അള്ളാഹുവിൽ നിന്ന് തന്നെ അവതരിപ്പിക്കപ്പെട്ടതാണ് എന്നതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങൾക്കതിപ്പോഴും യഖീനായിട്ടില്ലേ? അതിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് സത്യസന്ധമായി മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കാൻ. എന്നിട്ട് ചോദിക്കണ ചോദ്യം കമൻ ഹുവ അഅമാ, അതല്ല നിങ്ങൾ കണ്ണ് കാണാത്തവനെ പോലെയാണോ? കണ്ണ് പൊട്ടിയവനെ പോലെയാണോ? നിങ്ങൾക്ക് കണ്ണൊന്നും കാണുന്നില്ലേ? ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിശാലിയുള്ളവർ, ബുദ്ധിയുള്ളവർ മാത്രമേ ചിന്തിച്ച് മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ ആയത്ത് അവസാനിപ്പിക്കാൻ. ചോദിക്കണം എന്തിനാ? നിങ്ങള് അള്ളാഹ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കണോ? റസൂൽ ഉണ്ട് നിങ്ങൾക്ക് ശരിക്കും ബോധ്യപ്പെട്ടണോ? ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? ആലോചിക്കാൻ ബുദ്ധിയില്ലേ എന്ന് ഖുർആൻ ചോദിക്കാൻ. എന്തിനായി ചോദിക്കണത്? എന്നിട്ടല്ല ചോദിക്കണ ചോദ്യം എന്താ അറിയാം? അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹ് വലാ യൻഖുദൂനൽ മീസാഖ്, അല്ലാഹു പാലിക്കണമെന്ന് പറഞ്ഞ കരാറുകൾ നിങ്ങൾ പൂർത്തീകരിക്കുന്നുണ്ടോ? വലാ യൻഖുദൂനൽ മീസാഖ്, അല്ലാഹു ആ കരാറുകൾ ലംഘിക്കരുത് എന്ന് പറഞ്ഞ കരാറുകൾ നിങ്ങൾ ലംഘിക്കുന്നുണ്ടോ? അല്ല ചില കരാറുകൾ, ചില ബന്ധങ്ങളൊക്കെ ചേർത്ത് നിർത്തണം എന്ന് പറഞ്ഞിരിക്കണേ, അത് നിങ്ങൾ ചേർക്കുന്നുണ്ടോ? അള്ളാഹു നിങ്ങളോട് കരാറുകൾ പാലിക്കണമെന്ന് പറഞ്ഞ കരാറുകൾ, വാക്ക്, പ്രവൃത്തി, എഴുതിയ രേഖകൾ, കടലാസുകൾ, ഇതൊക്കെ നിങ്ങൾ പാലിക്കുന്നുണ്ടോ? എന്തിനാ അങ്ങനെ ചോദിക്കണത്? ഈ പാലിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അള്ളയാണ് ഈ ചോദിക്കണത്. എന്നിട്ട് നേരത്തെ ചോദിച്ച ചോദ്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു പോയാൽ മനസ്സിലാവും. ആ അള്ള ചോദിക്കാണ്, അള്ള ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് അള്ള പറഞ്ഞാണെന്ന് മനസ്സിലായില്ലേ? ഖുർആനിലെ ആയത്ത് അള്ളാന്റെ ആണെന്ന് മനസ്സിലായില്ലേ? ഇതൊക്കെ മനസ്സിലാകാതെ നിങ്ങൾ കണ്ണുപൊട്ടവനെ പോലെ നടക്കുകയാണോ? അന്ധനായ മനുഷ്യനെ പോലെ ആകുകയാണോ? കാതൊന്നും കേൾക്കാത്തവനെ പോലെ ആകുകയാണോ? ഇത് അള്ളാന്റെതാണ് നിങ്ങൾക്ക് മനസ്സിലാഞ്ഞിട്ടാണോ നിങ്ങൾക്ക് ഇത് പാലിക്കാൻ പ്രശ്നം? നിങ്ങളിത് പാലിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഖുർആൻ. നമുക്ക് എന്താ ഉത്തരം കൊടുക്കാൻ പറ്റുക? ബന്ധങ്ങളുടെ വിഷയത്തിൽ നമ്മൾ ആലോചിക്കണം. നമ്മുടെ ബന്ധങ്ങളൊക്കെ വിശുദ്ധമാണോ? ഹറാമുകൾ നമ്മുടെ ബന്ധങ്ങളിലുണ്ടോ? ഹറാമുകൾക്ക് നമ്മുടെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഹറാമുകൾ നമ്മുടെ ബന്ധങ്ങളിലുണ്ടോ? പലരും വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകും. സിനയിലേക്കും
കാമുകന്മാരുടെ ജീവിതങ്ങൾ മനുഷ്യ ജീവിതത്തിൽ കൊണ്ടുവരികയും അവരുടെ വീട്ടിൽ ഒരു ഭാര്യയും ഒരു ഭർത്താവൊക്കെ ഉണ്ടാവും. പക്ഷെ പലപ്പോഴും രഹസ്യമായ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നു, ഹറാമുകൾ ഉണ്ടാകുന്നു. അതിലുള്ള എല്ലാ ബർക്കത്തും അല്ലാഹു എടുത്തു കളയാൻ. ആ കുടുംബ ജീവിതത്തിൽ എങ്ങനെ സ്വസ്ഥത ഉണ്ടാകുക, സമാധാനം ഉണ്ടാകുക? അതാണ് വിശുദ്ധമായ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ബന്ധങ്ങൾ വിശുദ്ധമാണോ? ഹറാമുകൾ നമ്മുടെ ബന്ധങ്ങളിൽ വരുന്നുണ്ടോ? ചില ആളുകൾ എന്ത് ചെയ്യും? ബന്ധങ്ങൾ മറ്റ് ഹറാമുകൾ ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്നു. അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. നിലനിർത്തേണ്ട ബന്ധങ്ങളിൽ അള്ളാഹു പറഞ്ഞ കരാർ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വാപ്പ ഉമ്മ ബന്ധങ്ങൾ മക്കൾ പാലിക്കണ്ടേ? മക്കൾ വാപ്പ ഉമ്മ ബന്ധങ്ങൾ പാലിക്കണ്ടേ? ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങൾ പാലിക്കണ്ടേ? ഈ പരസ്പരമുള്ള കൂട്ടുകുടുംബങ്ങളുടെ ബന്ധങ്ങൾ നമ്മൾ പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ കണ്ണൊക്കെ പൊട്ടിപ്പോയോ എന്നാണ് ഖുർആൻ ചോദിക്കണത്. നിങ്ങൾക്ക് ഇതൊന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇനിയും വന്നിട്ടില്ലേ എന്ന് ഖുർആൻ നമ്മളോട് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവർ, എന്തുത്തരം പറയും? ഖുർആൻ പറഞ്ഞു, വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അയ്യൂസല വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഅൽ ഹിസാബ്. വല്ലദീന യസിലൂന മാ അമറല്ലാഹു ബിഹി അയ്യൂസല, അള്ളാഹു കൂട്ടിച്ചേർക്കണമെന്ന് പറഞ്ഞ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുകയും വയഖ്ശൗന റബ്ബഹും, അവരുടെ റബ്ബിനെ ഭയപ്പെടുകയും വയഖാഫൂന സൂഅൽ ഹിസാബ്, ഇതൊന്നും പാലിക്കുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് വമ്പിച്ച വിചാരണയെ, ചീത്ത വിചാരണയെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ കുറിച്ചാണ് മുഅ്മിനുകൾ എന്ന് വിശേഷിപ്പിച്ചത്. അതിൽ നമ്മൾ ഉണ്ടോ എന്നുള്ളതാണ്. ആ മുഅ്മിനുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുക. ഇതിന് കുറച്ച് പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, മാതാപിതാക്കളെ കുറിച്ച് പറയും, ഉമ്മാന്റെ കാലിന്റെ ഓട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞാല് ആ തൃപ്തി കിട്ടാൻ കുറച്ച് ഇടങ്ങേറുണ്ടാവും. പ്രത്യേകിച്ച് പ്രായമാവുമ്പോ അവരെ പരിചരിക്കുക, ചോദിച്ചതിനെ ചോദിക്കുക, കേട്ടുമ്പോഴുള്ള ഇറിറ്റേഷൻ ഇല്ലാതിരിക്കുക, അവർക്ക് വേണ്ടി പണം ചെലവഴിക്കുക, അവരുടെ സുഹൃത്തുക്കൾക്ക് ഹദിയ എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെ അവരുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിടത്തൊക്കെ അല്പം പ്രയാസമാണത്. നമ്മൾ തിരക്ക് പിടിച്ച ഒരു ജീവിതത്തിന്റെ സമയത്താണ് നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും വയസ്സാകുക, വീട്ടിൽ പ്രായമുള്ളവർ ഉണ്ടായി വരിക. അപ്പോൾ നമ്മൾ അതിന് സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് പ്രയാസമുണ്ട്. അങ്ങനെ ബുദ്ധിയുള്ളവർ എന്താണ് ചെയ്യാം? അവരത് ചെയ്യും. എന്താ ചെയ്യാ? വല്ലദീന സബറു ബിത്തിഗാ വജ്ഹി റബ്ബിഹിം, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചവർ ക്ഷമിക്കും. വഖാമുസ്സലാ, അവർ നമസ്കരിക്കും. വൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, രഹസ്യം പരസ്യമായിട്ട് അവർ ചെലവഴിക്കും. വയദ്റഊന ബിൽ ഹസനത്തി സയ്യിആ, എന്തെങ്കിലും മോശമായ കാര്യങ്ങൾക്ക് പകരം അവർ ഒരുപാട് ഇഹ്സാനുകൾ ചെയ്യും. ഉലൈക ലഹും ഉഖ്ബദ്ദാർ, അവർക്കാണ് ഏറ്റവും മനോഹരമായ പര്യവസാനം ഉണ്ടാകുക എന്ന് ഖുർആൻ പഠിപ്പിക്കാൻ. അള്ളാഹുവിന്റെ തൃപ്തി ആലോചിച്ചിട്ട് അല്പം ക്ഷമിക്കാൻ കഴിയണം എന്നുള്ളതാണ്. ഈ ക്ഷമയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ ബന്ധങ്ങൾ നിലനിർത്തുക, അവിടുത്തെ നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. റമളാനിന് നമ്മളെ പാകപ്പെടുത്താൻ കഴിയണില്ലെങ്കിൽ വേറെ ഏത് കാലത്താണ് നമ്മുടെ മനസ്സ് പാകപ്പെടുക? ഈ തെറ്റി നിൽക്കുന്ന പിണക്കങ്ങളൊക്കെ നന്നാകാൻ കുറച്ച് ക്ഷമ വേണം, ആഫ് വിട്ടുവീഴ്ച ചെയ്യണം. അതിന് നമ്മുടെ ഈ റമളാൻ നമ്മളെ പാകാക്കണില്ലെങ്കിൽ പിന്നെ ഏത് മാസമാണ് നമുക്ക് പാകാകാൻ നമ്മൾ ആലോചിച്ചാൽ മതി. ഇങ്ങനെ ചെയ്താൽ എന്താ കിട്ടുക? ഇങ്ങനെ അള്ള പറഞ്ഞ പോലെ ജീവിക്കാൻ ശ്രമിച്ച മാതാപിതാക്കൾക്ക് എന്താ കിട്ടുക? മക്കൾക്ക് എന്താ കിട്ടുക? ഇണകൾക്ക് എന്താ കിട്ടുക? അള്ള പറഞ്ഞു, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും നന്നായ മനുഷ്യർക്ക്. ആരൊക്കെയാണത്? മിൻ ആബാഇഹിം, അതിലെ വാപ്പാരെ കുറിച്ചാണ്, മാതാപിതാക്കളെ കുറിച്ചാണ്. വഅസ്വാജിഹിം, അവരുടെ ഇണകളെ കുറിച്ചാണ്. വദുരിയാതിഹിം, അവരുടെ കുടുംബങ്ങളെ, മക്കളെ കുറിച്ചാണ്. ഈ മക്കളും ബാപ്പയും കുട്ടികളും എല്ലാവരും കൂടി ഒരുമിച്ച് സ്വർഗത്ത് കണ്ടു പോകുന്നതാണ്. എല്ലാം ഞാൻ അവിടെ തെരഞ്ഞ കുറെ ആൾക്കാരെ കാണൂല. ആരെ കാണാത്തോല്? അമലുകളൊക്കെ ഉയർത്തപ്പെടാതെ പോയ മനുഷ്യരാണ്. ഒരു സ്വർഗത്ത് തെരഞ്ഞാൽ കാണൂല. കുടുംബങ്ങളിൽ തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്നവർ, പിണങ്ങി നിൽക്കുന്നവർ, എന്തൊക്കെ നിസ്സാരമായ കാര്യത്തിനാണ് ആളുകൾ തെറ്റി നിൽക്കുന്നവരെങ്കിൽ. സ്വന്തം പറമ്പിലേക്ക് മറ്റൊരാളെ പറമ്പിന്റെ ഓലമടൽ വീണതിന് മാസങ്ങളോളം പ്രശ്നം. ഈ ജാഹിലിയ കാലത്ത് അറബികളും നമ്മൾ എന്താ വ്യത്യാസം? ദുനിയാവ് നമ്മൾ എന്താ പോകുമ്പോ അതിരുമലാണ് പല പ്രശ്നങ്ങളും നടക്കുന്നത്. അതിരുമലേ ഒരു ഇഞ്ചി ഭൂമി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നുള്ള കൺഫ്യൂഷനിൽ എത്രയാണ് പേപ്പർ ഇങ്ങനെ അട്ടിക്കച്ച് പോണ മനുഷ്യന്മാരുണ്ട്. ഒരു ദിവസം പോലാണ് പോകും, പേപ്പറോടെ വാക്യാവും. നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലും പല ആൾക്കാരുടെയും സ്വത്തുക്കൾ ഓഹരി വെച്ച് തീരുന്നില്ല. കോടികളുടെ മുതലുള്ള ആൾക്കാരാണ്, പക്ഷെ അനുഭവിക്കാൻ ഒരു യോഗമില്ല. എന്താ പ്രശ്നം?
ഊരിക്കുമ്പോൾ മോന് പറ്റില്ല, മൂത്താപ്പക്ക് പറ്റില്ല, എളാപ്പക്ക് പറ്റില്ല, തമ്മിൽ സഹോദരങ്ങൾക്ക് പറ്റില്ല, തീർപ്പാകണില്ല. എന്നിട്ട് ഓല കാലം കഴിയും, മരിച്ചാണ്ട് തീരും. ഓല മക്കൾക്ക് കിട്ടോ, ഓലും മരിച്ചാണ്ട് തീരും. അടുത്ത മക്കൾക്ക് കിട്ടോ, കിട്ടുമ്പോത്തിന് ഇത് എവിടെ എത്തിണ്ടാവും? ഓരിച്ച് പോണ്ട സാധനങ്ങൾ പല ആളുകളുടെയും കൈവഴിയിലൂടെ നമ്മുടെ വല്യാപ്പ വാപ്പാര് കഷ്ടപ്പെട്ട് അധ്വാനിച്ച മുതലൊക്കെ വഴി കിടക്കാണ്. ഇതൊക്കെ ഒന്ന് പറഞ്ഞ് തീർത്ത്, ഇതൊക്കെ ഒന്ന് സുൽഹാക്കി, മനസ്സൊക്കെ വിട്ടുകൊടുത്ത് കുറച്ചൊക്കെ നമ്മളാണ് നഷ്ടം സഹിക്കാൻ തയ്യാറായ ചിലതൊക്കെ പോവും. പകരം അള്ള തരാന്നാ പറഞ്ഞ്, പകരം ഇരട്ടിപ്പിച്ച് അള്ള തരുന്നു. അതല്ല ചോദിക്കണേ, ഞാൻ ഈ ഇറക്കിയ ഖുർആനിൽ നിങ്ങൾക്ക് ഇത്ര ഉറപ്പായിട്ടില്ലേ? അള്ള ഉണ്ടെന്ന് ഉറപ്പായിട്ടില്ലേ? റസൂലുള്ള പറഞ്ഞാലും നിങ്ങൾക്ക് വിശ്വാസം ഉറപ്പായിട്ടില്ലേ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വെറുതെ ഈ തർക്കത്തിന് നിൽക്കൂല എന്നാണ് പറഞ്ഞത്. നിങ്ങളിങ്ങനെ വെറുതെ പിണങ്ങി നടക്കൂല എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് ശ്രമം ഉണ്ടാവുന്ന പറഞ്ഞത്. അങ്ങനെയുള്ള കുടുംബങ്ങൾ എങ്ങനെ പോകും? ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. മക്കളും ബാപ്പാരും കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ സ്വർഗത്തേക്ക് അവർ കടന്നുപോകും. എന്തൊരു സൗഭാഗ്യാണത്! എന്താണ് അവിടെ സംഭവിക്കുക? വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളിലൂടെയും അള്ളാഹുവിന്റെ മാലാഖമാർ അവരിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിഅമ ഉഖ്ബദ്ദാർ. സലാമുൻ അലൈക്കും ബിമാ സബർതും. നിങ്ങൾ ക്ഷമിച്ചോണ്ടാട്ടോ ഇവിടെ എത്തിയേ. നിങ്ങൾ കുറച്ചൊക്കെ ക്ഷമിച്ചോണ്ടാണ് ഇവിടെ എത്തിയേ. നിങ്ങളാ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, കുടുംബം തെറ്റരുത് എന്നുള്ളതിന് ജാഗ്രത കാണിച്ചുകൊണ്ട്. നിങ്ങൾക്ക് പലതും കിട്ടിയില്ല എന്ന് പടച്ചോനറിയാം, പക്ഷെ നിങ്ങൾ അത് ആരോടും പറഞ്ഞില്ല. കുടുംബം നല്ലൽക്ക് പോകണം എന്ന് വിചാരിച്ച് നിങ്ങൾ ഇങ്ങനെ അത് എന്നാ മനോഹരമാക്കി മറച്ചു വെച്ചില്ലേ? അതുകൊണ്ടൊക്കെയാണ് അത് കിട്ടിയേ. എന്നിട്ട് അള്ളാന്റെ സലാം പറയാണ്. ആ സ്വർഗത്തെക്കാൾ അനുഗ്രഹീതമായ മറ്റേത് സ്ഥലമാണ് നിങ്ങൾക്കിനി കിട്ടുക എന്ന് ഖുർആൻ ചോദിക്കാൻ. ഞാൻ അവസാനിപ്പിക്കാൻ നോക്കൂ. അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നേടിയെടുക്കേണ്ടത്. റമളാൻ നമ്മൾക്ക് അത് തരാൻ അതിന് പാകപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ നോമ്പിനെന്തോ കുഴപ്പമുണ്ട് എന്നുള്ളതാണ്. ആ നോമ്പാണ് കയറിപ്പോവില്ല, വെറും പട്ടിണിയാവും. ചില മനുഷ്യരെ പറ്റി റസൂൽ പറഞ്ഞു, എത്ര എത്ര നോമ്പുകാരുണ്ട് ദാഹല്ലാതെ വിശപ്പല്ലാതെ ഒന്നും ബാക്കിയാണില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് കയറിപ്പോവില്ല, അമല് കയറിപ്പോണ്ടേ. ഓരോ വ്യാഴാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെ കണക്കെടുക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴത്തേന് കണക്ക് പുസ്തകം ക്ലിയർ ആക്കുക. അടുത്ത വെള്ളി, നാളെ വെള്ളിയാണ്, വൈകിപ്പിക്കണ്ട. നമ്മൾക്ക് പല പ്രശ്നങ്ങളുണ്ടാവും. മാനുഷികമായി വാക്ക് പറഞ്ഞ് തെറ്റിപ്പോയതുണ്ടാവും അല്ലേ? ചിലപ്പോൾ എന്തെങ്കിലും നിസ്സാരമായ കാര്യമായിരിക്കും. വാക്ക് തർക്കങ്ങൾ, പരസ്പരം കുടുംബങ്ങളും നാട്ടുകാരും ഒക്കെ ആയിട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. തീർക്കാൻ നമ്മൾ നോക്കുക. നമ്മൾ ചോദിക്കും, തീർക്കാൻ എന്ത് മുൻകൈ നീ എടുത്തു എന്നും. ചില ആൾക്കാർ നന്നാകാൻ പോവും, മറ്റവും ഭയങ്കര വാശിയാവും. നമ്മളെ ബാധ്യത കഴിഞ്ഞ് നമ്മൾ പോവാ, സംസാരിക്കുക, പൊരുത്തപ്പെടിക്കുക. പറ്റിപ്പോയി എന്ന് പറയാം, സാരല്ല എന്ന് പറഞ്ഞത് പൊരുത്തപ്പെടിക്കുക. ഞാൻ അനങ്ങൂല എന്ന് മറ്റാൾ പറയണേ, അനങ്ങണ്ട, അവിടെ നിന്നോട്ടേ നിൽക്കുക. നമ്മുടെ ഭാഗം ഉതിറ് അള്ളഹാനോട് ബോധിപ്പിക്കാനുള്ള പാകത്തിൽ നമ്മളെ മനസ്സാക്കുക എന്നുള്ളതാണ്. എത്രയോ ഭാര്യമാർ വീട്ടിൽ കിടക്കുകയാണ്, ഒന്ന് കൂട്ടിക്കൊണ്ടുവരാൻ ഭർത്താവ് ഒന്ന് വന്ന പൊരനി വിചാരിച്ച് നിൽക്കുന്ന എത്ര കുടുംബങ്ങൾ. ഭാര്യയും ഭർത്താവും തെറ്റിയതിന്റെ പേരിൽ എത്രയോ മക്കളാണ് കണ്ണീര് കുടിക്കുന്നത്. അവരുടെയൊക്കെ ജീവിതം എന്താവും നമ്മൾ ആലോചിച്ച് നോക്കണം. ബാപ്പയുടെ ചൂട് തട്ടി ഉമ്മയുടെ കരുണ കിട്ടി വളരേണ്ട മക്കള് എത്രയാണ് ഡൈവോഴ്സ് കേസുകളുടെ വക്കിൽ കിടന്ന് മക്കൾ ഇങ്ങനെ നീറിപ്പൊകയാണ്. സ്നേഹം കിട്ടുന്ന വീട്ടിലേക്ക് മക്കളിങ്ങനെ, ചെറിയ മക്കള് ബാപ്പാനോടുള്ള സ്നേഹം ഇങ്ങനെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ഇങ്ങനെ വീട്ടിലേക്ക് കയറി വരുന്ന ഇങ്ങനെ കാത്തു നിൽക്കുക അല്ലെ? ബാപ്പാര ആ ഗേറ്റ് ഇങ്ങോട്ട് തുറക്കണ സൗണ്ട് കേട്ടാൽ ആ സിറ്റ് ഔട്ടിലെ വാതിലിന് തുറക്കും. ചെറിയ മക്കൾ ഇങ്ങനെ ഓടി വന്ന് നെഞ്ചത്തൊക്കെ ഒരു ചാട്ടുണ്ട്. പണ്ടത്തെ മാതിരിയല്ല ഇപ്പൊ. പണ്ടൊക്കെ ഒരു വാപ്പാറിഞ്ഞ ഒരു 1.5 വാപ്പാരേനി. ഇപ്പൊ ഒക്കെ മാറിയിട്ടുണ്ട് അല്ലെ? നമ്മളൊക്കെ വാപ്പാരും വല്യാപ്പാരും ഒക്കെ ഭയങ്കര കർശനായിരുന്നു, വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ആ പോലായ്മയിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അടുക്കളയിൽ കൂടെ പെരേ കയറിനി പേടിയേനി. അന്നൊക്കെ പേടിയായിരുന്നു എല്ലാത്തിനും ഒരു പരിഹാരം. ഉസ്താദിനെ പേടി അല്ലെ, പടച്ചോനെ പേടി, പാപ്പാനെ പേടി, നാട്ടുകാരെ പേടി, പള്ളിക്ക് വന്ന കാരണന്മാരെ പേടി. അപ്പൊ അങ്ങനെ നോക്കിയാണെങ്കിൽ തറാവിയൊക്കെ നിസ്കരിക്കുന്ന നേരത്തെ ബാക്കിൽ 5 ഒപ്പിന് കുട്ടികളുണ്ടാവും. കാരണന്മാർ എത്ര ആൾക്കാരെ പേടിന്റെ വിട്ടേക്ക്. അതിന്റെ കാലം കഴിഞ്ഞു. കുട്ടികളെ പേടിപ്പെടുത്തി നമുക്ക് കാര്യം നേടാന കാര്യം കഴിഞ്ഞു. കണ്ട് പേടിപ്പിച്ചാൽ മതി. ഇനി 2 കിട്ടും എന്ന് പറഞ്ഞാല് അയിമേലുണ്ടായിനി. പാപ്പ ഒന്ന് കണ്ണുരുട്ടിയാൽ മതി, നമ്മൾ നന്നാവുനി. ഒന്നും പറയണ്ട. ആ കണ്ണുക്കും മുഖത്തും നോക്കിയാൽ തന്നെ നമുക്കറിയാം നമ്മൾ ചെയ്ത എന്തോ ഒരു പാകപ്പിഴവുണ്ട്, ശരിയാകണം. നമ്മൾ ശരിയാക്കി, നമ്മളൊക്കെ ഈ പാകത്തിനായി. പക്ഷെ പുതിയ കുട്ടികൾ 2 തെരുന്നറിഞ്ഞു നോക്കിയാണ് ഇങ്ങനെ ചെരിഞ്ഞ് ഒന്നുകൂടി തന്നാളെ അറിയും. അതിന്റെ കാലം കഴിഞ്ഞു. ഓളെ സ്നേഹിച്ചിട്ടേ കാര്യമുള്ളൂ. അവർക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരം കൊടുക്കുകയാണ് വേണ്ടത്. അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്, അത് തീർത്തു കൊടുക്കാന്ന് വേണ്ടത്. ഇതെങ്ങനെ ഉണ്ടായത് വാപ്പ ചോദിക്കും, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം.
പടച്ചോനോ അതാരാ പറഞ്ഞു കൊടുക്കാൻ കഴിയണം. റസൂലോ അതെന്താ ഇങ്ങനെ, ഈ റസൂൽ എന്താ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. എന്തിനാ ഇപ്പൊ ദീനിൽ ഇപ്പൊ ഞാൻ തട്ടറണേ, എന്തിനാ മൊക്ക നിർത്തണേ, എന്തിനാ നിരാണിന്റെ മേലെ തുണി എടുക്കണത്, എന്തിനാ ഇപ്പൊ വാപ്പനോട് അങ്ങനെ ഇക്കണേ, എന്തിനാ നിസ്കരിക്കണേ, എന്തിനാ പള്ളി പോണേ, ഇതൊക്കെ ചോദ്യമാണ് പുതിയ കാലത്ത് കുട്ടികൾക്ക്. ഉത്തരം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് അറിവുണ്ടാകണം. ഞാൻ പറഞ്ഞത് പണ്ട് പേടിപ്പിച്ചാൽ കുട്ടികളെ കിട്ടില്ല, പക്ഷെ ഇപ്പൊ അത് കിട്ടൂല. ഇപ്പൊ അവരുടെ സംശയങ്ങൾ തീർത്തു കൊടുത്ത് അവരെ ചേർത്ത് പിടിച്ച് കൂട്ടിപ്പിടിച്ച് പോവുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഞാൻ പറഞ്ഞത് എത്രയോ കുടുംബങ്ങളിൽ കുട്ടികൾ വിഷമിക്കുന്നു. പാപ്പാന്റെ ചൂട് കിട്ടണില്ല, പാപ്പാന്റെ തണല് കിട്ടണില്ല, ഉമ്മാന്റെ സ്നേഹം കിട്ടണില്ല. എന്റെ വല്യാപ്പാരടുത്തും അല്ലെ ഏളാപ്പാരടുത്തും മൂത്താപ്പാരടുത്തും കഴിഞ്ഞ എത്ര കുട്ടികളുണ്ട്. അച്ഛൻ്റെയൊക്കെ ഭാവി ജീവിതം എന്തായിരിക്കും നമ്മൾ ആലോചിച്ചു. വലിയ ട്രോമയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ അനുഭവിക്കുക. വലിയ മാനസികമായ പരിക്കുകളാണ് കുട്ടികളെ ഏൽക്കുക. പണ്ടത്തൊക്കെ ആളുകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ചീത്ത കേട്ടാലും വിഷമം ഉണ്ടായാലും അതൊക്കെ പൊരുതി നേടി അതിനെ മറികടക്കാനുള്ള ഒരു മാനസികമായ കരുത്ത് അന്നത്തെ തലമുറക്കുണ്ടായിനി. പക്ഷെ പുതിയ തലമുറക്ക് അത്ര ഉറപ്പൊന്നുമില്ലാത്തൊരു കാലത്താണ് വരുന്നത്. നമ്മൾ അത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതുണ്ട്. പെണ്ണുങ്ങളോടുള്ള വാശിക്ക് മക്കളെ അവിടെയും ഇവിടെയും കൊണ്ടുപോയിടുക, അല്ലെ? ഭർത്താവിനോടുള്ള വാശിക്ക് മക്കളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടി ഘടിപ്പിക്കാതിരിക്കുക. ഇതൊക്കെ എത്ര കാലം, ഇതൊക്കെ ഇന്നും നാളെ തീർന്നു പോകൂലേ? എത്ര കാലാണ് ഈ ദുനിയാവിൽ ആയുസ്സുള്ളത്? 60, 70, 80 കൊല്ലം ഇവിടെ ജീവിക്കും. പകുതി കാലം ഉറങ്ങി തീർന്ന്, കുറെ കാലം വയന്ന് നടന്നു തീർന്ന്, 10, 12 കൊല്ലത്തെ ഒരു ആയുസിനിടയിലാണ് നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. അത് ബാത്തിലാക്കിയിട്ട് എന്താ നമുക്ക് കിട്ടാനുള്ളത്? ഒന്ന് ട്യൂഷ് ചെയ്ത് കൊടുത്താളി, ഒന്ന് സ്നേഹിച്ചാളി, ഒരു ഫോണോ നമ്പറൊക്കെ എടുത്ത് ഒന്ന് വിളിച്ചിട്ട് സാരമില്ല കുഞ്ഞാനെ പറ്റിപ്പോയി, ഞാനൊന്ന് പറഞ്ഞ അജൊന്ന് പൊരുത്തപ്പെട്ട ആളാ എന്നൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് തീരൂലേ? ചിലപ്പോൾ പള്ളിക്കുന്നുണ്ടാവുന്ന കൈ പിടിച്ചൊന്ന് സലാം പറഞ്ഞാൽ അത് തീരൂലേ? ചിലപ്പോൾ നമ്മൾ പുരേക്കൊന്ന് വിളിച്ചാണ്ട് ഒരു മേശന്റെ ചുറ്റും എന്തെങ്കിലും ഒരു വറ്റോ വെള്ളോ വെച്ചാണ്ട് ഒന്ന് ഇരുന്ന് ഒരു ഭക്ഷണം കഴിച്ച് പിരിഞ്ഞാൽ തീരൂലേ? ഇനി അതും തീരുന്നില്ലെങ്കിൽ രണ്ടാളിങ്ങനെ ഒലക്ക മുണങ്ങിയമാതിരി നിൽക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ പള്ളിയിൽ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും ഒന്ന് അതിന്റെ ഇടയിലാണ് നിന്ന് കൊടുത്തത്, വാ ഞമ്മക്കൊന്നാണ് പോയി വെക്കാണ്ട് ഒന്ന് തീർത്താലേ തീരൂലേ? അങ്ങനെ തീർക്കേണ്ടതാണ് ഈ കുടുംബം. അല്ലെങ്കിൽ നമ്മളൊക്കെ ആഹാരം വെള്ളത്തിലാവും. പള്ളിക്ക് നമ്മൾ ഉസാറാവും, നിസ്കാരത്തയമ്പുണ്ടാവും, 5 വക്ത് ഒന്നാമത്തെ സൊപ്പിലുണ്ടാവും, നോമ്പെടുക്കുണ്ടാവും, എത്തിക്കാഫ് ഉണ്ടാവും, ലൈലത്തുൽ ഖദ്ർ വന്നാണ് പോയിണ്ടാവും. പക്ഷെ ഒന്നും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഞാൻ അത് വളരെ ഓപ്പൺ ആയിട്ടാണ് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ചുരുക്കൊക്കെ ആക്കി ഇങ്ങനെ പറയുവാണെങ്കിൽ കൂടി തൊടാതെ ഇങ്ങനെ ആർക്കും പ്രശ്നമൊന്നും ഇല്ലാതൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ കാര്യമില്ലല്ലോ. മരിച്ചാണ്ട് പോയാൽ എന്നോടും പഠിച്ചോന്ന് ചോദിക്കുമല്ലോ, ഇങ്ങനെ ഒരു പള്ളിക്കൊരു ചാൻസ് ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ ഹിസ്റ്ററി നീ എടുക്കാത്തോണ്ടാട്ടോ. പണ്ട് ഞാനൊരിക്കൽ കുത്തു പറഞ്ഞപ്പോ ഇക്കരപ്പടിയിൽ നിന്ന് ഒരാളിനോടൊന്നും വെച്ചാൽ മരുവനെ ഒന്ന് കണ്ടിന്യൂ വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടോ. അപ്പൊ അവിടെ കുറെ കുടുംബം തെറ്റി നിൽക്കുകയാണ്. മരവും മോളവിടെ പെരയിലാക്കി കൊണ്ടുപോയതാണ്. അപ്പോ മൂപ്പർക്ക് കേട്ടപ്പോൾ സംശയം, ഞാനത്തെ മൂപ്പരറ്റ് ഇന്നറ്റ് വേണ്ടി കണ്ടിന്യൂ ആണ്. ഞാൻ അറിയില്ല ഇനി സംഭവം. അപ്പൊ ഇത് കഴിഞ്ഞാണ്ട് ഇന്ന ആരും ഇതിൽ ബന്ധിപ്പിക്കണ്ട, നിങ്ങളെന്ന് എന്ത് ചെയ്യുക, പരമായി തീർക്കുക. നമ്മളെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അത് തീർക്കുക ആരാ നല്ലത്? നാട്ടുകാരെ അറിയിക്കണോ? അയലക്കാരെ കൂടണോ? വേറുള്ളവരെ അറിയിക്കണോ? 7 5 പ്രശ്നമാണ്. അത് തീർക്കാൻ മൂന്നാമതൊരാളെ അറിയിച്ച് അയാൾ പിന്നെ അവിടെ രണ്ടാൾ ഭയങ്കര പ്രശ്നം. ഞാൻ ചെന്നാണ് തീർത്ത് ഒരു സംഭവം ഇനി പറഞ്ഞ വർത്താനൊക്കെ കേൾക്കണ്ടേ, എന്തേന് ഒരു 10 ആളോട് പറയാതെ അയാൾക്ക് സമാധാനം ഉണ്ടാവോ? നമ്മളാണ്ട് ഇരിക്കന്നെ, നമ്മളെ ഇരുന്നാണ് തീർന്നാണ് പറയാ. തീർക്കുക, പൊരുത്തപ്പെടിക്കുക. എല്ലാം ഈ കുടുംബജീവിതം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ വിഷയത്തിലല്ല ഇസ്ലാമിക കുടുംബജീവിതം, നല്ല വയല് നല്ല കൂറ്റി എന്നൊക്കെ പറഞ്ഞ് പോവുക എന്നല്ലാതെ ഒരു കാര്യവും ഉണ്ടാവില്ല. നമ്മള് പിന്നെ ഇവിടെ മുജീബക്കിലൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എത്രയാണ് അദ്ദേഹത്തിന്റെ അലമാരയെ പോയി നോക്കിയാണെങ്കിൽ ഒന്ന് ചേർന്നിരുന്നാൽ തീർന്ന വിഷയമായിരിക്കും. പക്ഷെ തീർക്കൂല. എന്തിനാണ് നമ്മളങ്ങനെ പോയിട്ട് എന്താ കാര്യം നമ്മൾ ആലോചിച്ചു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ആഖിറാണ് പ്രിയപ്പെട്ടവരെ വലുത്, ആഖിറാണ് വലുത്. അതിനപ്പുറം ഒന്നുമില്ല. അവിടെയാണ് നമുക്ക് കൂടുതൽ കാലം ജീവിക്കാനുള്ളത്, അല്ലേ? അവിടെയാണ് ഏറ്റവും കൂടുതൽ ജീവിക്കാനുള്ളത്. ഇവിടെ അല്ലല്ലോ. ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഇതിൻ്റെ ഒക്കെ പ്രാരാബ്ദങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും മലായിക്കത്തുകളുടെ അദാബും വാങ്ങി ഇങ്ങനെ നീറിപ്പോകുകയാണ്. മനുഷ്യന്മാരാകാൻ എന്തിനാണ് നമ്മളെ തടിയും നമ്മുടെ റൂഹും നമ്മൾ വിട്ടുകൊടുക്കണേ? നമ്മൾ ആലോചിക്കണ്ടേ? നമുക്ക് കുറച്ചുകൂടി നന്നാകണം പ്രിയപ്പെട്ടവരെ. റമളാന്റെ അവസാന ദിവസമാണ്. അമലുകൾ കൊണ്ടും ഇബാദത്ത് കൊണ്ടും ഒക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ അമല് സ്വീകരിക്കണം. അള്ളാന്റെ അടുത്ത് അത് എത്തണം. അതെത്താന് നമ്മുടെ ബന്ധങ്ങളിലൊക്കെ സ്നേഹം നന്നായി വാരിക്കോരി കൊടുക്കുക. നമ്മുടെ കുടുംബത്തിലൊക്കെ സ്നേഹത്തിന്റെ ദാരിദ്ര്യം അനുഭവിക്കുക. നമ്മുടെ മക്കള് പാപ്പാരും കുട്ടികളൊക്കെ കണ്ടില്ലേ എന്താണ് ഇതിലെ പോണത് നമുക്ക് ഐഡിയ കിട്ടണില്ല. നമ്മുടെ വീട്ടിൽ സ്നേഹ ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അത് കിട്ടുന്നിടത്ത് കുട്ടികൾ പോവും. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കുക. ബാപ്പ മക്കളോട്, മക്കൾ ബാപ്പയോട് തെറ്റി നിന്നാല് നമ്മൾ അമല് സ്വീകരിക്കോ? നമ്മുടെ ഉമ്മ മക്കളോട്, മക്കൾ ഉമ്മയോട് തെറ്റി നിന്നാൽ നമ്മളെ അമല് സ്വീകരിക്കോ? അമ്മായിമ്മ മരുക്കളോട്, മരുക്കൾ അമ്മോശനോട് തെറ്റി നിന്നാൽ നമ്മളെ അമല് സ്വീകരിക്കോ? നമ്മൾ ആലോചിക്കേണ്ടാണ്. എളാപ്പി മൂത്താപ്പി എളാമി അമ്മായി അമ്മോനും കൂട്ടു കുടുംബങ്ങളൊക്കെ തെറ്റി നിന്നാൽ നമ്മളെ അമൽ അള്ളാഹ് സ്വീകരിക്കോ? രക്തബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ ഇങ്ങനെ അകന്ന് നിന്നാൽ നമ്മളെ അമല് സ്വീകരിക്കോ?
നമുക്ക് സ്വർഗത്തിൽ എത്താൻ കഴിയോ? ദുനിയാവിലും ആഖിറത്തിലും സമാധാനം കിട്ടോ? നമ്മൾ ആലോചിക്കണം. അതിനാണ് നമ്മുടെ ഈ ആയുസ് ബാക്കിയായിട്ടുള്ളത്. ആരെങ്കിലും ഇങ്ങനെ തെറ്റി നിൽക്കുന്ന കുടുംബങ്ങൾ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കണം. എന്റെ ഈ സംസാരം കേൾക്കണോല് ഒന്ന് ചേർന്ന് നടക്കും, നന്നായിക്കൂടാ, അങ്ങ് പോയി നോക്കുക. ഒരു മനസ്സലിവുണ്ടാവും. റമദാനല്ലേ, അള്ളാന്റെ തൗഫീഖ് ഉണ്ടാവും എന്ന് പറഞ്ഞ് നമുക്കതിലൊന്ന് കൂടിക്കൊടുക്കുക. ഖുർആൻ പറഞ്ഞല്ലോ, വല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി. അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ച്, റസൂൽ ഉണ്ട് എന്ന് മനസ്സിലായി, ഖുർആൻ അള്ളാന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ കലാമാണ് എന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ അള്ളഹാനോട് ഒരു കരാർ ഉണ്ടാക്കി, മീസാക്ക് ഉണ്ടാക്കിയിട്ട് അള്ളാഹ് പറഞ്ഞു, അതൊക്കെയാണല്ലോ ബൈഅത്ത്. അള്ളാഹിക്ക് നമ്മൾ ഉടമ്പടി ആയി കഴിഞ്ഞു. പടച്ചോനെ നീയാണ് ഏറ്റവും വലുത്, അല്ലാഹു അക്ബർ, നിന്റെ വർത്താനത്തിനപ്പുറത്ത് ഇനി ഒന്നുമില്ല എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞ് അത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ച ആൾക്കാരാണ് നമ്മള്. ആ മീസാക്ക് ഉണ്ടായിട്ട് പിന്നെ എന്തിനാണ് വല്ലദീന യൻഖുദൂന അഹദല്ലാഹ്? ചില ആൾക്കാരുണ്ട് ആ അഹദ് പൊളിച്ചു കളയാൻ, ആ ബന്ധം വിച്ഛേദിക്കുന്നു. കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുറിച്ച് കളയുക. എന്നിട്ട് കുടുംബത്തിലും നാട്ടിലും ഒക്കെ കുഴപ്പമുണ്ടാക്കുക. ഉലായിക ലഹുമുൽ ലഅന, അവർക്ക് അള്ളാഹുവിന്റെ ലഅനത്തുണ്ട് എന്ന്. വലഹും സൂഉദ്ദാർ, വളരെ മോശമായ ഒരു സ്ഥലത്തേക്കാണ് അവർക്ക് പോകേണ്ടി വരിക എന്ന് ഖുർആൻ വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മള് നമ്മുടെ ജീവിതത്തെ കൂടുതൽ നന്നാക്കുക, കുടുംബങ്ങളൊക്കെ കുറച്ചുകൂടി ഇമ്പമുള്ളതാക്കി തീർക്കാം. നമ്മൾ മാറിയെല്ലാം നന്നാവും അല്ലെ. നമ്മുടെ മനസ്സിന്റെ ഒരു സ്വഭാവം കാര്യങ്ങള്, അള്ളയാണ് ആ നഫ്സിനെ, റൂഹിനെ പടച്ചത്. എന്നിട്ട് അള്ള എന്താ ചെയ്ത, അതിനൊരു വേണ്ടാത്തരത്തിന്റെ ഒരു ടെൻഡൻസി ഉണ്ട് എന്നാണ്. അതിന് നല്ല ഉഷാറായി ഏറ്റവും മികച്ചപ്പെട്ട തഖ്വയുടെ ഒരു അംശം ബാക്കിയുണ്ട് എന്നാണ്. അപ്പൊ ഈ രണ്ടും ഉണ്ടാവും. തഖ്വന്റെ ഇതിങ്ങനെ നമ്മള് ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ മറ്റതങ്ങോട്ട് അടി പോവും. ഫുജൂർ, വേണ്ടാത്തരും തോന്നിയാസും തിന്മകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കലഹങ്ങളൊക്കെയാണ് കൊടുക്കണമെങ്കിൽ അതങ്ങനെ വളരും, മറ്റതോട്ട് അടി പോകുന്നുള്ളതാണ് അല്ലെ. അത് അഫ്ലഹമൻ സക്കാഹ, അത് നന്നാക്കി നമ്മൾ വിജയിച്ചു. അതുകൊണ്ട് നമ്മള് വാശിയും വക്കാണൊക്കെ വിടുക, ഈഗോ ഒക്കെ ഒഴിവാക്കുക. നമ്മൾക്ക് പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് ചെന്നാണ് ശരിയാകുക. ചെറിയ പണക്കുണ്ടെന്ന് തോന്നി നമ്മൾ പോയി സംസാരിക്കുക. മഹലിലൊക്കെ കമ്മിറ്റിക്കൊക്കെ വലിയ ഉത്തരവാദിത്തമുണ്ട്. സക്കാത്തിന്റെ റിലീഫിന്റെ പൈസ മാത്രം വാങ്ങിച്ചാൽ പോരെ. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇടപെട്ട് നമ്മൾ പോയി സംസാരിച്ച് തീർക്കാൻ പറ്റുന്നൊക്കെ തീർക്കുക എന്നുള്ളതാണ്. ബാക്കി ആളല്ല, അള്ളാഹുലേക്ക് വിടുക, നമ്മളെ നന്നായി ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മനസ്സിൽ അള്ളാഹു തആല സ്നേഹവും ഐക്യവും ഇണക്കവും അനുകമ്പയും അലുവും ആർദ്രതയും കരുണയും ഒക്കെ നിറച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. പിണങ്ങി നിൽക്കുന്നവരുടെ മനസ്സുകളൊക്കെ അള്ളാഹു തആല ഇണക്കി കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവെ, എല്ലാവിധ റഹ്മത്തും ബറക്കത്തും തൗഫീഖും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും നീ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഈ സമയം ഇവിടെ ഒരുമിച്ച് കൂടൽ പറഞ്ഞതും കേട്ടതും അള്ളാഹുവെ എല്ലാം നീ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കണമേ റഹ്മാനെ. നാളെ പരലോകത്തേക്ക് വമ്പിച്ച് പ്രതിഫലമാക്കി ഈ സമയത്തെ നീ മാറ്റിത്തരണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനും റഹീമുമായ നാഥ നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഞങ്ങളുടെ ഇണകൾ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ, മഹലിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഞങ്ങളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഞങ്ങൾക്ക് താങ്ങും തണലുമായി നിന്നവർ, അള്ളാഹുവേ അവരൊന്നും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവരുടെ ഖബർ ജീവിതം നീ വെളിച്ചവും വിശാലവുമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും ഞങ്ങളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മാനസികമായി വിഷമിക്കുന്നവരുണ്ട്, ശാരീരികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, സാമ്പത്തികമായി സങ്കടം പറയുന്നവരുണ്ട്. അള്ളാഹുവെ, എല്ലാവരുടെയും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുത്ത റഹ്മാനെ. മനസ്സിന് സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. ശാരീരികമായി ആഫിയത്ത് പ്രദാനം ചെയ്യണമേ റഹ്മാനെ. സാമ്പത്തികമായി ഞെരുക്കമുള്ളവർക്ക് ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, കഠിനമായ നിന്റെ വിചാരണകളിൽ നിന്ന്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് റഹ്മാനായ നാഥ ഞങ്ങളെയും പ്രിയപ്പെട്ടവരെയും നീ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ പഠനത്തിലും, ഞങ്ങളുടെ പരീക്ഷകളിലും, ഞങ്ങളുടെ ജോലികളിലും, ഞങ്ങളുടെ കച്ചവടത്തിലും, ഞങ്ങളുടെ കുടുംബജീവിതത്തിലും ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവസാനത്തെ റമദാനിന്റെ രാവുകളിൽ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം കരഗതമാക്കി റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ, മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഉൾപ്പെടുത്തി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്
إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم ادخلنا الجنة مع الأبرار. اللهم ارحم لنا يا أرحم الراحمين. اللهم اغفر لنا يا غافر المذنبين. اللهم ارزق لنا يا خير الرازقين. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد. السلام عليكم ورحمة الله